ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നെയ്വടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ആദ്യമായിട്ട് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു നുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 3 സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൗഡേർഡ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും മിക്സായി കിട്ടുന്ന തരത്തിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത്തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുട്ടിന് നനച്ചെടുക്കുന്നത് പോലെ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ പുട്ടിന് പൊടി കുഴച്ചെടുത്ത ആ ഒരു പരുവത്തിലാണ് നമുക്ക് നെയ്യ് ചേർത്തിട്ട് കുഴച്ചെടുക്കുമ്പോൾ കിട്ടുക. അത്തരത്തിലായി കഴിഞ്ഞാൽ ഇനി നമ്മളിതിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ കുറച്ചായിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ നല്ല ഓവറായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ ഒരു തരത്തിൽ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 1/4 കപ്പ് അളവിലുള്ള പാലാണ് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ കുറച്ചായിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ പാകം നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് സിറപ്പാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് സിറപ്പ് റെഡി ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡോ ഇവിടെ ഒന്ന് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ മാവ് മൊത്തത്തിൽ നിന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് അളവിലെടുത്തിട്ട് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അത്രയും അളവിലെടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നെയ്വടയുടെ ആ ഒരു ഷേപ്പ് അറിയാമല്ലോ, അപ്പോൾ അതുപോലെ ആ ഒരു ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം നമ്മൾ അത്തരത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓയിൽ ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വടകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് 2 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടുന്ന തരത്തിൽ ആ ഒരു പരുവത്തിൽ വേവുന്നത് വരെ തിരിച്ചു മറിച്ച് 2 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ അത്തരത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വടകളൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ഇത്തരത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം 1-2 മിനിറ്റ് ജസ്റ്റ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മധുരത്തിൻ്റെ ആ ഒരു ഇതൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എല്ലാം നമ്മൾ സിറപ്പിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്.
ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നെയ്വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.